മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ആ പണം ഉപയോഗിച്ച് സ്ഥലം മേടിച്ചൊരു കേസാണ് ചർച്ചാ വിഷയമായി മാറിയത്. എന്താ വെച്ചാൽ ഫെമ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലംഘിച്ചു എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നീങ്ങുമോ? അതായത് ഇതിൽ 21 കോടി രൂപയുടെ കോഴ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 21 കോടി രൂപ കോഴ സാധ്യതയുണ്ട്. കാരണം ലണ്ടൻ ആസ്ഥാനമായിട്ട് ഒരു മലയാളി ഇല്ലേ, അതെ, മാർക്സിസ്റ്റ് സിനിമാ നിർമ്മാതാവും ഒക്കെ ആയിട്ട് ഒരാളുണ്ട്. അയാളുടെ ഇൻവോൾവ് ഉള്ളതായിട്ട് സംശയമുണ്ട്. പിന്നെ ദിലീപ് രാഹുലൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ, SNC ലാവ്ലിൻ്റെ ഒക്കെ ഇടനിലക്കാരനൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്ന ഒരാൾ. അപ്പോൾ SNC ലാവ്ലിൻ ആയി ബന്ധപ്പെട്ടതാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ആണ്. കാരണം കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിൽ CDPQ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർലമെന്റ് അനുമതി കൊടുത്തിട്ട് അവിടുത്തെ പെൻഷൻ ഫണ്ട്, അതാണ് CDPQ എന്ന് പറയുന്നത്. പെൻഷൻ ആയി ജീവിക്കുന്ന ആളുകൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ആദ്യം മുതലേ അവർ നിക്ഷേപിച്ചിട്ട് അങ്ങനെ പെൻഷൻ ഫണ്ട്, ഈ CDPQവിൻ്റെ സാന്നിധ്യം ഇന്ത്യയിലും ഉണ്ട്, പെൻഷൻ ഫണ്ട് എന്നുള്ള നിലയ്ക്കും ഒക്കെ. അപ്പോൾ ഈ CDPQവിൽ ഈ SNC ലാവ്ലിൻ കാനേഡിയൻ കമ്പനിയാണല്ലോ. അതെ, SNC ലാവ്ലിന് CDPQവിൽ 20% ഓഹരിയുണ്ട്. 19 പോയിന്റ് സംതിങ് അങ്ങനെയാണ്, 20%-ഓളം ഓഹരിയുണ്ട്. അപ്പോൾ ഇവിടെ മസാല ബോണ്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സർക്കാർ ചെയ്തത് എന്താണ്? മുമ്പ് SNC ലാവ്ലിനെ പരിചയം ഉണ്ടല്ലോ ഇവിടെ ചില ആളുകൾക്ക്. അപ്പോൾ അവരെ തന്നെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇത് വാങ്ങുക, ഇത്രയും പൈസ തരിക അല്ലേ, എന്നിട്ട് അവർക്ക് അതിൻ്റെ പകുതി 1015 കോടി രൂപയോളം പലിശ ഇനത്തിൽ കൊടുത്തിരിക്കുന്നു. ഇനി മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ മസാല എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിൽ നിന്നാണ്. കാരണം ഇന്ത്യയിലെ അടുക്കളകളിൽ മസാല ഉണ്ടല്ലോ, സ്പൈസസ്. അപ്പോൾ അതാണ് അതിൽ മസാല എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ വിദേശത്തൊരു കടപ്പത്രം ഇറക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ കറൻസി, ബ്രിട്ടനിലാണെങ്കിൽ പൗണ്ട് അല്ലേ, അതല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യേണ്ടത് വിദേശത്ത്. അങ്ങനെയല്ല, ഇത് രൂപ കറൻസി, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്, അത് വെച്ചിട്ട് തന്നെയാണ് ഈ കടപ്പത്രം ഇറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡോളറിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒന്നും പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. രൂപയിൽ തന്നെ വിദേശത്തിറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട്. അതാണ് ഇത്. ഈ പ്രാഥമിക വിവരം ഇല്ലാതെയാണ് ഈ ചാനലുകളിൽ പല ആളുകളും വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇന്നലെ കണ്ടത്. ഇത് ഹെഡ്ജ് ഫണ്ട്, അത് ഇത് ഡോളറിലെ വിനിമയ നിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യ ചർച്ചകൾ. രൂപയിൽ ഇറക്കുന്ന കടപ്പത്രത്തിനാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രാഥമികമായ വിവരം. അപ്പോൾ ഇത് 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചത്. മണിയടിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം മറ്റേ കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ് അത് ചെയ്തത്, അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ലല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിന് ഗ്യാരണ്ടി നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമല്ല, ഇത് സിംഗപ്പൂരിലും ഫ്ലോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി 2672.80 കോടി രൂപ, 2673 കോടി രൂപയോളം ഇത് വരും. കിഫ്ബിയുടെ കടപ്പത്രം ഇതിന് 1045 കോടി രൂപ പലിശ കൊടുത്തിട്ടുണ്ട് 5 കൊല്ലമായിട്ട്. സാധാരണഗതിയിൽ 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പലിശ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറയില്ലേ. മൊറട്ടോറിയം ഉണ്ടാവുമല്ലോ നമ്മൾ കട എടുക്കുമ്പോൾ. അതിപ്പോൾ ADB എന്നോ ഒക്കെ കട എടുക്കുമ്പോൾ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നൊക്കെ കട എടുക്കുമ്പോഴും ഇത്ര മാസം കഴിഞ്ഞിട്ട് പലിശ തുടങ്ങുക എന്നല്ലേ പറയാ. ഇത് അങ്ങനെയല്ല, ഇത് ആദ്യം മുതൽ ഇതിന് പലിശയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SNC ലാവ്ലിനുമായിട്ട് ബന്ധപ്പെട്ട CDPQ എന്ന് പറഞ്ഞ പെൻഷൻ ഫണ്ട് സെറ്റുകൾക്ക് ഇല്ലേ കുറെ പൈസ
പകുതിയോളം അവർ മസാല ബോണ്ടിൽ മുടക്കിയതിൻ്റെ പകുതി തുക പലിശയായിട്ടും കൊടുത്തിട്ടുണ്ട്. വലിയ നേട്ടം ഉണ്ടായത് ആർക്കാണ്? SNC ലാവലിന് CDPQ ഇതിൽ നേട്ടം ഉണ്ടായത്. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ പോയത്? നിങ്ങളുടെ എൻ്റെയും കയ്യിൽ നിന്നാണ് പൈസ പോയത്. പെട്രോൾ സെസ്, മോട്ടോർ വാഹന സെസ് ഇങ്ങനെ പിടിച്ചത് കിഫ്ബിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചത്. 23,000 കോടി രൂപയോളം ഇപ്പം മലയാളികൾ ഈ സെസ് ഇനത്തിൽ കിഫ്ബിക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയും രൂപയുടെ പദ്ധതികൾ കിഫ്ബി നടപ്പാക്കിയിട്ടില്ല കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു തരികിട പ്രസ്ഥാനമാണ് കിഫ്ബി എന്നുള്ളത്. ഇത് ആകെ തോമസ് ഐസക്കിന് മാത്രമാണ്. തോമസ് ഐസക്ക് വന്നിട്ട് ചാനലിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു പിടിയും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് SNC ലാവലിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതോ ഒരാൾക്ക് 21 കോടി രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആരോപണം. അത് വെറുതെ പറയുന്നതായിരിക്കില്ലല്ലോ. അപ്പം ഇത് സുതാര്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു ധവളപത്രം ഇറക്കട്ടെ സർക്കാർ. വിവരാവകാശം കൊടുത്താൽ പോലും ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്നില്ലല്ലോ കിഫ്ബി. അപ്പോൾ 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചു. അത് തന്നെ മാർക്സിസത്തിന് വിരുദ്ധാണെന്നൊക്കെയുള്ള തിയറിയൊക്കെ വേറെ ഉണ്ടല്ലോ. കാരണം മൂലധന ശക്തികളുമായിട്ട് ബന്ധപ്പെടുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മസാല ബോണ്ടിന് മുമ്പ് 50 എണ്ണം മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. 50 എണ്ണം. ആ 50 കൂടി നോക്കിയാൽ ഏറ്റവും കൂടുതൽ പലിശ കൊടുത്തിരിക്കുന്നത് കിഫ്ബിയാണ്. കാരണം റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് ഈ പലിശ നിശ്ചയിക്കുന്നത്. കിഫ്ബിക്ക് ആഗോള വിപണിയിൽ വലിയ പേരൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പലിശ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ഇതിന് മുമ്പ് ഇന്ത്യയിൽ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ആദ്യം മസാല ബോണ്ട് ഫ്ലോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി, ദേശീയപാത അതോറിറ്റി, അവര് മസാല ബോണ്ട് ഇറക്കി. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ മസാല ബോണ്ട് ഇറക്കി ഈ കേരളത്തിനൊക്കെ മുമ്പ്. അത് 7.8% പലിശ. അപ്പോൾ ഇവിടെ 9.72% കിഫ്ബി കടപ്പത്രം ഇറക്കിയത്. 2% കൂടുതലാണല്ലോ. അപ്പോൾ ഇതിലും വില കുറച്ച് ഇവിടെ തന്നെ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ഒക്കെ ഇവിടെ തന്നെ കടപ്പത്രം ഇറക്കി പൈസ റേസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് വിവരമുള്ളവർ പറയുന്നത്. അപ്പോൾ SNC ലെവലിനും എല്ലാം കൂടി 9.72% പലിശ കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ രാജ്യാന്തര വിപണിയിൽ 2%, 3% ഒക്കെ അല്ലേ പലിശ വരിക. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ഇതിനു മുമ്പ് ലിസ്റ്റ് ചെയ്ത 50 എണ്ണം കടപ്പത്രം 7.8% മാത്രമേ വരുന്നുള്ളൂ പലിശ. അപ്പോൾ ഇവർ ന്യായം പറയുന്നത് നമ്മുടെ ബാങ്കുകൾ 10.2% പലിശ ചോദിച്ചിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കടപ്പത്രം ഇറക്കുന്നതിന് മുമ്പേ, മസാല ബോണ്ട് ഇറക്കുന്നതിന് മുമ്പേ യൂറോപ്പിൽ റോഡ് ഷോയൊക്കെ നടത്തിയിരുന്നു കിഫ്ബി. അപ്പോൾ IMF വായ്പയ്ക്ക് കാണാച്ചരടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന പാർട്ടിയായിരുന്നു CPM ആണല്ലോ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ DYFIക്കാർ കരിയോയിൽ ഒഴിച്ചത് ഓർക്കുന്നില്ല. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. ഇതിൻ്റെ അകത്ത് CAGയുടെ ഓഡിറ്റും ഇല്ല. ഒന്നും സുതാര്യമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫെമ ലംഘിച്ചു കഴിഞ്ഞാൽ ED ചോദിക്കും. അതാണല്ലോ ചോദിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ചോദ്യം ചോദിച്ചതിന് ഈ വക്കീൽ ഹാജരായാലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾ മറുപടി കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് തുടങ്ങാമല്ലോ ബാക്കി കാര്യങ്ങൾ. 466 കോടി രൂപ വിദേശത്ത് നിന്ന് കടപ്പത്രം മസാല ബോണ്ട് ഇറക്കി വിദേശത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ട് SNC ലാവലിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇവിടെ 466 കോടി രൂപയുടെ ഭൂമി ഇടപാട് നടത്തി എന്നാണ് ED പറയുന്നത്. 466 കോടി രൂപയുടെ ഭൂമി ഇടപാട് നടത്തിയിരിക്കുന്നു. അത് ലംഘനമാണ്. അതാണ് ഇതിൻ്റെ അകത്തെ കേസ്.
അപ്പോൾ 466.91 കോടി രൂപയുടെ ഭൂമി മേടിച്ചത് ഫെമയും റിസർവ് ബാങ്കും അത് അനുവദിക്കുന്നില്ല. പിന്നെ 293(1) ഭരണഘടനാ വകുപ്പ്, അപ്പോൾ അതിൻ്റെ ലംഘനമാണിത്. കാരണം ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് വായ്പ വാങ്ങാൻ പറ്റില്ല. കിഫ്ബി എന്ന് പറഞ്ഞ സ്ഥാപനമാണ് മേടിച്ചതെന്ന് സർക്കാരിന് വാദിക്കാമെങ്കിലും ഗ്യാരണ്ടി നിന്നത് സർക്കാരാണ് ആണല്ലോ. ബജറ്റിലും ഇത് കിഫ്ബിക്ക് നീക്കി വെക്കുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ സർക്കാർ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരാണല്ലോ ഇത് തിരിച്ചു തന്നോളാം എന്ന് കടപ്പത്രം വാങ്ങിച്ചവരോട് പറയുന്നത് സർക്കാർ തന്നെയാണ്. അപ്പൊ കിഫ്ബിയുടെ പേര് പറഞ്ഞിട്ട് സർക്കാർ തന്നെ കടപ്പത്രം ഇറക്കി എന്ന് നമുക്ക് ഗണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ജൂണിൽ തന്നെ ഇത് സംബന്ധിച്ച പരാതികൾ ഇഡിയിലുണ്ട്. മുഖ്യമന്ത്രി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കിഫ്ബി, തോമസ് ഐസക് വൈസ് ചെയർമാൻ, അതിൻ്റെ KM അബ്രഹാം അല്ലെങ്കിൽ തന്നെ വരിവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള ആളാണ്. ഹൈക്കോടതി വിധി എതിരാണ്. പിന്നെ കിഫ്ബി, ഇത്രയും പ്രതികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നവംബർ 12 തിരുവനന്തപുരത്ത് കിഫ്ബിയുടെ ഓഫീസിൽ ഇതിൻ്റെ നോട്ടീസ് എത്തിച്ചു, ED എത്തിച്ചു. അപ്പോൾ 3.5 വർഷമായിട്ട് ഇതിൻ്റെ അന്വേഷണം നടന്നു കൊണ്ടിരിക്കുകയാണ്. ജൂൺ 27 ED ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വാണിജ്യ വായ്പ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പോൾ തോമസ് ഐസക് പറയുന്നത് ഭൂമി വാങ്ങിച്ചില്ല, ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. എന്തു ആയിക്കോട്ടെ, ഭൂമി ഇടപാടുണ്ടല്ലോ. നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാലും ഭൂമി ഇടപാടല്ലേ. അതിനുള്ളതല്ല ഈ കടപ്പത്രം, വിദേശത്ത് നിന്ന് പൈസ മേടിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉള്ള കടപ്പത്രം, അതിൽ ഈ ഭൂമി ഇടപാട് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകരുത്. അപ്പോൾ 1045 കോടി രൂപ ഇതിന് പലിശയായിട്ട് 5 കൊല്ലം കൊണ്ട് കൊടുത്ത് തീർത്ത് കഴിഞ്ഞു. ഇത് നിങ്ങളും ഞാനും കൊടുത്ത പൈസയാണ് എടുത്ത് മുടക്കിയിരിക്കുന്നത്. ആ സെസ് കൊടുത്തത്, മോട്ടോർ വാഹന സെക്സും പെട്രോൾ അല്ലേ സെസ്സും, ഇതിൽ നിന്നാണ് 21 കോടി രൂപ ആർക്കോ കോഴ കൊടുത്തിരിക്കുന്നത്. നമുക്കത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് പേര് പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 22,000 കോടി രൂപയോളം വരുന്ന പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത് കിഫ്ബിയിൽ. നിങ്ങളുടെയും എൻ്റെ കയ്യിൽ നിന്നൊക്കെ പിരിച്ചിട്ടുള്ള സെസ് അതിനേക്കാൾ 1000 കോടി രൂപ വരും. ഇത്രയും കൊല്ലം കിഫ്ബി വന്നതിനെ തുടർന്ന് പിരിച്ചിരിക്കുന്നത് 23,000 കോടി രൂപയോളം വരും നമ്മൾ സെസ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മസാല ബോണ്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കറൻസി അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ്, ഡോളർ അനുസരിച്ചിട്ട് അല്ല. അപ്പം നോട്ടീസ് അയച്ചിരിക്കുന്നത് സർക്കാരിന് രജനീഷ് ദേവ് ബർമൻ, അതായത് EDയുടെ സ്പെഷ്യൽ ഡയറക്ടർ ആണ്. അദ്ദേഹമാണ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി. രജനീഷ് ദേവ് ബർമൻ ആണ് സ്പെഷ്യൽ ഡയറക്ടർ ആണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് 466.91 കോടി രൂപ ഭൂമി ഇടപാടിന് ഉപയോഗിച്ചു. ഇത് റിസർവ് ബാങ്കിൻ്റെ മാസ്റ്റർ ഡയറക്ഷനെതിരാണ് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. 2018 ജൂൺ 1 റിസർവ് ബാങ്ക് ഉത്തരവിന് വിരുദ്ധമാണിത്. അപ്പം പിന്നെ ഉത്തരവ് പഠിച്ചിട്ടാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കേസുണ്ട്. ഊരിപ്പോരാനൊക്കെ പ്രയാസമാണ്. ഈ പാർട്ടിക്കാർ പറയുന്ന പോലെയും ഏരിയ സെക്രട്ടറിമാർ പറയുന്ന പോലെയൊക്കെ തോമസ് ഐസക്കിന് എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഹാജരാകുന്നില്ല എന്ന് പറയുന്ന ആളുകളെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിൽ കിടക്കുന്നത് ഇപ്പം നമുക്ക് കാണാം അല്ലേ. ഞാൻ ഹാജരാകുന്നില്ല, ഞാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞൊരുത്തൻ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നാണല്ലോ പാർട്ടി പറയുന്നത്. അത് ആ വഴിക്ക് പൊക്കോടും. അതിൻ്റെ ഇടയ്ക്ക് 21 കോടി രൂപ ആർക്കാണ് കോഴ കൊടുത്തതെന്ന് പറഞ്ഞാൽ കൊള്ളാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.